നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 വർഷത്തെ അശ്വതി നക്ഷത്രത്തിന്റെ ഫലമാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് ഏപ്രിൽ 14 മുതൽ മെയ് മാസം വരെയുള്ള അശ്വതി നക്ഷത്രക്കാരുടെ ഫലങ്ങളിലേക്ക് കടക്കാം. 2025 ഈ നക്ഷത്രക്കാർക്ക് ഒരു സമ്മിശ്ര ഫലം ആണ് കാണുന്നത്. ഈ ഏപ്രിൽ മെയ് മാസത്തില് സാമ്പത്തിക ഇടപാടിലെ തർക്കം വർദ്ധിക്കാതെയൊക്കെ നോക്കേണ്ട ഒരു സമയമാണ്. കടം കൊടുക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശ ജോലിക്ക് യോഗം കാണുന്നുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നിരുന്നാലും ശത്രുക്കള് അധികരിക്കുന്നുണ്ട്. ശത്രുഭയത്തോടുകൂടി നടക്കേണ്ട ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് പുരോഗതിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ദോഷഫലങ്ങള് കുറയ്ക്കുന്നതിനായിട്ട് ദേവീക്ഷേത്രത്തിൽ പോകുന്നത് നന്നായിരിക്കും. മെയ് അവസാനത്തോടെ കടങ്ങളിൽ നിന്നൊക്കെ മോചിതനാവുന്നതാണ്. ശത്രുദോഷത്തിനൊക്കെ പരിഹാരം കാണുന്ന ഒരു സമയം കൂടിയാണ്. കേസുകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. നിങ്ങൾ എല്ലാം തുറന്നു പറയുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ അസംതൃപ്തിക്ക് ഇടയാവാൻ സാധ്യതയുണ്ട്. വാക് സാമർഥ്യം കൊണ്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മെയ് അവസാനമാകുമ്പോഴേക്കും ഈ സമയം ലക്ഷ്മി പ്രീതി നടത്തുന്നത് വളരെ നന്നായിരിക്കും. ജൂൺ ജൂലൈ മാസത്തിലെ ഫലങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അനാവശ്യ ചെലവുകളൊക്കെ ഉണ്ടാവുന്നതാണ്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല. മേലുദ്യോഗസ്ഥരുടെ പ്രശംസയൊക്കെ നിങ്ങൾ നേടുന്നുണ്ട്. മറ്റുള്ളവരുടെ ഉപദേശം നിങ്ങളെ ദോഷം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഉപദേശമൊക്കെ കേൾക്കുമ്പോൾ ഇത് വേണ്ടതാണോ എന്ന് ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. വാഹനയോഗമൊക്കെ കാണുന്നുണ്ട്. വ്യക്തിഗത നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കലാരംഗത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഷെയർ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ക്രയവിക്രയങ്ങളിൽ എല്ലാം നിങ്ങൾ ഒരു ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്യുന്ന ഒരു സമയമാണ് ജൂലൈ മാസം. സാമ്പത്തിക ഇടപാടുകളിൽ സത്യസന്ധത പുലർത്താൻ ശ്രദ്ധിക്കുക. വിദേശ ജോലിക്കുള്ള യോഗം ഈ സമയത്തും നിങ്ങൾക്കുണ്ട്. ഈ ഏപ്രിൽ മുതൽ ജൂലൈ വരെ നിങ്ങൾക്ക് വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റം മനോദുഃഖത്തിനൊക്കെ ഇടവരുന്നുണ്ട്. ഈ സമയം ഈശ്വര കടാക്ഷം കൂടിയേ തീരൂ. സർവേശ്വരനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. അടുത്തായിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ഭാര്യയുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരുന്നതാണ്. പിതാവിന്റെ രോഗം നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ സ്വജനങ്ങളുമായിട്ടൊക്കെ പിണങ്ങിക്കഴിയേണ്ട സാഹചര്യം കാണുന്നുണ്ട്. വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് നിങ്ങളുടെ വളരെ കാലമായിട്ടുണ്ടായിരുന്ന കടം വീട്ടാനായിട്ട് നിങ്ങൾ മാറ്റിവെക്കുന്നതാണ്. കൃഷിക്കാർക്ക് കൃഷിയിൽ നിന്ന് വൻ നേട്ടം ഉണ്ടാവുന്നുണ്ട്. പക്ഷെങ്കിൽ ഭൂമി ഇടപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാതാപിതാക്കളില് കലഹമുണ്ടാകാനുള്ള ഇടയുമുണ്ട്. സ്ത്രീകളോട് വിധേയത്വം കാണിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. വളരെ സൂക്ഷിച്ചു വേണം. പണച്ചെലവ് അധികരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീട് പുതുക്കി പണിയുന്നതിനുള്ള യോഗവും ഈ സെപ്റ്റംബർ അവസാനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഒക്ടോബർ നവംബർ മാസത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഊഹക്കച്ചവടത്തിലൊക്കെ ലാഭത്തിന് സാധ്യത കാണുന്നുണ്ട്. സഹോദരങ്ങളുമായിട്ട് നിരന്തരമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് ഉടലെടുക്കുന്നുണ്ട്. മുൻകോപവും ക്ഷമയില്ലായ്മയും പല ദോഷങ്ങൾക്കും ഇടവരുത്തുന്നതാണ്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അധ്യാപകർക്ക് കാലം അനുകൂലമാണ്. ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ട സാഹചര്യം കാണുന്നുണ്ട്. കടുത്ത വിമർശനങ്ങൾക്കും നടപടികൾക്കുമൊക്കെ വിധേയനാകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഒരുപാട് ആകുല ചിന്തകൾ അത് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. വാഹന യോഗമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നവംബർ അവസാനമാകുമ്പോഴേക്കും ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നുണ്ട്. എന്നിരുന്നാലും മാതാപിതാക്കളുടെ വിരോധമൊക്കെ നിങ്ങൾ സമ്പാദിക്കുന്നതാണ്. മിത്രങ്ങളൊക്കെ ശത്രുക്കളായിട്ട് മാറുന്ന ഒരു സമയം കൂടിയാണ്. അടുത്തായിട്ട് ഡിസംബർ ജനുവരി മാസത്തെ ഫലങ്ങള് ഇഷ്ടജനങ്ങളുടെ നീരസമായിട്ടുള്ള പ്രവർത്തികൾ മനസ്സങ്കടത്തിന് ഇടവരുത്തുന്നതാണ്. ജീവിത പങ്കാളിയുമൊക്കെ ആയിട്ട് അകന്നു കഴിയേണ്ടതായിട്ട് വരും. കുടുംബത്തില് മംഗളകർമ്മങ്ങൾക്കുള്ള യോഗം കാണുന്നുണ്ട്. ആരോഗ്യനില വളരെ മോശമാകുന്ന ഒരു സമയമാണ്. ധനപരമായിട്ട് കാലം വളരെ അനുകൂലമാണ്. ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾ വിജയം കാണുന്നുണ്ട്. 4, 7, 10, 16, 19, 28 തീയതികൾ വളരെ നല്ല സമയമാണ്. ഡിസംബർ മാസത്തിലെ തീയതികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശത്രുക്കള് ശ്രമിക്കുന്നതാണ്. കൂട്ടു ബിസിനസ്സിലൊന്നും ഏർപ്പെടരുത്. തീരുമാനങ്ങൾ എന്തെടുത്താലും ആലോചിച്ചു മാത്രമേ ചെയ്യാവുള്ളൂ. അകന്നു കഴിഞ്ഞിരുന്നവർ അടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്നത് വളരെ കരുതലോടുകൂടി ആവണം.
അടുത്തായിട്ട് ഫെബ്രുവരി മാർച്ച് മാസത്തിലെ വിഷുഫലമാണ് പറയുന്നത്. തൊഴിൽ രംഗത്ത് വൻ നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ്. മേലുദ്യോഗസ്ഥരുമൊക്കെ ആയിട്ട് കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കും. മാതാവിന്റെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരും. ആഗ്രഹിച്ച പദവികളൊക്കെ നിങ്ങൾ നേടിയെടുക്കുന്നതാണ്. കുടുംബകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുന്നുണ്ട്. ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് കാണുന്നുണ്ട്. ധനപരമായിട്ട് വൻ പുരോഗതി ഉണ്ടാവുന്നുണ്ട്. വ്യാപാരികൾക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നു. ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാവുന്നുണ്ട്. എല്ലാ രംഗങ്ങളിലും നേട്ടത്തിന്റെ കുതിപ്പ് കാണുന്നുണ്ട്. പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ശിവപ്രീതി നേടി നിങ്ങൾക്ക് എല്ലാ ദോഷങ്ങളിൽ നിന്ന് പരിഹാരം കാണാൻ കഴിയുന്നതാണ്. ഈ മേൽ പറഞ്ഞിരിക്കുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ 2025 വർഷത്തെ വിഷു ഫലമാണ്. ഇത് ഒരു പൊതുഫലമാണ്. ഇത് നിങ്ങളുടെ ജനനസമയമനുസരിച്ച് ഈ ഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. എന്നിരുന്നാലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഈ ഫലങ്ങളെല്ലാം വന്ന് ഭവിക്കുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. കൂടാതെ നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജനനസമയം, തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങൾക്കും അറിവുകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.